ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IQ Neo 10R കുറിച്ചാണ്. IQ Neo 9 Proനെ കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോയ്ക്ക് ശേഷം ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ആൻഡ് IQ Neo 10Rന് ഒരുപാട് റിവ്യൂസ് അവിടെ വന്നിട്ടുണ്ട്, ഇഷ്ടം പോലെ യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. സോ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമൊന്നും അല്ലെങ്കിലും എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അതറിയാം. സോ ഒരു ഹോണസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 10-30 ദിവസമായി കണ്ടിട്ട്. സോ ഇനിയും വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. പരീക്ഷാസ് ആർ ഗോയിങ് ഓൺ. സോ അതൊന്ന് കെട്ടടങ്ങിയിട്ട് നമുക്ക് വീഡിയോസൊക്കെ നല്ല രീതിയിലിടാം. സോ IQ Neo 10Rനെ കുറിച്ച് പറയുന്നതിൻ്റെ മുന്നേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടെക് മലയാളം എന്ന യൂട്യൂബ് ചാനൽ, ഞാനാണ് അമർനാഥ്. കൂടുതലും കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ബോക്സ് ആൻഡ് പ്രൈസിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ 8GB 128GB ആണ് ബേസ് വേരിയൻറ്റ് വരുന്നത്, 27,000 രൂപ. 8GB 256GB 29,000 രൂപ. 12GB 256GB 36,000 രൂപ. ഞാനിവിടെ കൊടുത്തയക്കാം ജസ്റ്റ് പ്രൈസിങ്ങും ഡീറ്റെയിൽസൊക്കെ. നിങ്ങൾക്ക് 25,000 രൂപയാണ് ഏകദേശം സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. ഫോർ ദാറ്റ് പ്രൈസ് നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കിട്ടുന്നുണ്ട് ആക്ച്വലി. സോ ആ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പതിയെ പറയാം. ബോക്സിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു സാധാരണ ട്രാൻസ്പെറൻറ്റ് കേസ് കിട്ടുന്നുണ്ട്, ഡോക്യുമെൻറ്റേഷൻ, 80 വാട്ട്സിൻ്റെ ചാർജിങ്. ഫോർ ദിസ് പ്രൈസ് റേഞ്ച് ഇറ്റ്സ് ബെസ്റ്റ്. ആൻഡ് Type A to Type C കേബിൾ, പിന്നെ ഒരു സിം കാർഡ് ടൂളും കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുന്ന സമയത്ത് 2 കളർ വേരിയൻസിലാണ് വരുന്നത്, ഒരു ബ്ലൂവും ഒരു ബ്ലാക്കും. ആ ബ്ലൂ ആണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. 7.9 mm ആണ് തിക്നെസ് വരുന്നത്. ആൻഡ് 6400 mAh ബാറ്ററി വെച്ചിട്ട് ദാറ്റ്സ് ലൈറ്റ് വെയ്റ്റ്. 196 ഗ്രാമാണ് വരുന്നത്. ലൈറ്റ് വെയ്റ്റ് അല്ലെങ്കിലും തിന്നാണ് അത്യാവശ്യം. സോ ഹാൻഡി ആയിട്ടുള്ള ഫോണാണ്, ഫ്ലാറ്റ് സൈഡ്സ് ആണ് വരുന്നത്. പിന്നെ ഒരു സ്ലിം ഫോണാണ്, നമുക്ക് കൊണ്ടുനടക്കാനൊരു സുഖം തോന്നിയേക്കാം. IP65 റേറ്റിംഗ് വരുന്നുണ്ട്. സോ വലിയ കുഴപ്പമില്ലാത്ത മഴത്തുള്ളികളൊക്കെ വീണാലും കുഴപ്പമൊന്നുണ്ടാവില്ല. പക്ഷേ വെള്ളത്തിൽ പിടിച്ച് മുക്കിയിട്ട് അടിച്ചു പോയാൽ വാറണ്ടി ഒന്നും കിട്ടാൻ പോകുന്നില്ല, ഞാൻ സ്ഥിരം പറയുന്നതാണ്. ആൻഡ് പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിംസ് ആണ് വരുന്നത്. ഗ്ലാസ് ബാക്കും പ്രീമിയം പരിപാടിയൊന്നും വരുന്നില്ല. ആൻഡ് ബാക്കി ഫീച്ചേഴ്സൊക്കെ കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്കോട്ട് സെൻസേഷൻ UP എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്ഷനാണ് നിങ്ങൾക്ക് ഫ്രണ്ട് ഗ്ലാസ് കിട്ടുന്നത്. ഗൊറില്ല ഗ്ലാസ് 5 ഏകദേശം ഒരു ലെവലാണ്. പിന്നെ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട, കാരണം ഇതിൽ ചിപ്സെറ്റ് നല്ല ഗജഗംഭീര സാധനമാണ് കൊടുത്തിരിക്കുന്നത്. IR ബ്ലാസ്റ്റർ, പിന്നെ ഡ്യുവൽ നാനോ സിം കാർഡ് സ്ലോട്ട് ഓൺലിയാണ്. SD കാർഡ് സപ്പോർട്ട് വരുന്നില്ല. 3.5 mm ഓഡിയോ ജാക്ക് ഇവിടെ വരുന്നില്ല. Type C വേർഷൻ 2.0 ആണ് നിങ്ങൾക്ക് Type C പോർട്ട് കിട്ടുന്നത്. 3 കൊടുക്കാമായിരുന്നു, കൊടുത്തിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ബി ഓസം. പക്ഷെ അവർ കൊടുത്തിട്ടില്ല. ആൻഡ് ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷൻ, 120 Hz റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് സാധാരണഗതിയിൽ കിട്ടും. 144 Hz മാക്സിമം റിഫ്രഷ് റേറ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. 144 Hz സപ്പോർട്ട് ചെയ്യുന്നത് UI-യിലല്ല. UI-യിൽ നിങ്ങൾക്ക് 120 Hz തന്നെയാണ് കിട്ടുന്നത്. നിങ്ങൾക്ക് ചില ഗെയിംസിൽ 144 Hz വരെ കിട്ടുന്നതായിരിക്കും. ആ ഗെയിംസിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ കൊടുത്തേക്കാം. AMOLED സ്ക്രീനാണ് ഒബ്വിയസ്ലി. ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, കെർവ്ഡ് പാനലല്ല, നല്ല കാര്യം. ആൻഡ് 10 ബിറ്റിൻ്റെ പാനലാണ്. 3840 Hz PWM ഡിമ്മിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. 4500 Hz പീക്ക് ബ്രൈറ്റ്നസ്, HDR പീക്ക് ബ്രൈറ്റ്നസ്സിലാണ്. പീക്ക് ബ്രൈറ്റ്നസ് നമുക്ക് അധികം നോക്കേണ്ട ആവശ്യമില്ല. 1200 Hz ഹൈ ബ്രൈറ്റ്നസ് മോഡ് വരുന്നത്. HDR 10+, നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും കണ്ട് ചില്ല് ചെയ്യാം, ഒരു പ്രശ്നമില്ല. HDR സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ്, 2000 Hz ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം പലർക്കും അറിയില്ല, ജസ്റ്റ് പറഞ്ഞുതരാം. ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുമ്പം, ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്ന് പറയുമ്പം 240 Hz, അത് ഓൾവേസ് 240 Hz തന്നെയായിരിക്കും. ഒരു സെക്കൻഡിൽ 240 പ്രാവശ്യം ടച്ച് റെസ്പോൺസ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ അതാണ് ഇൻപുട്ടിൻ്റെ ആ ഒരു ടൈം. അപ്പോൾ ഇൻപുട്ട് ലാഗ് വരും എന്ന് തോന്നിയാൽ, പ്രത്യേകിച്ച് ഗെയിമിംഗ് സിറ്റുവേഷൻസിലൊക്കെ പെട്ടെന്നൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മാത്രം 2000 പ്രാവശ്യം വരെ, ഒരു സെക്കൻഡിൽ 2000 പ്രാവശ്യം വരെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഫുൾ ടൈം കിട്ടില്ല, എപ്പോഴെങ്കിലുമൊക്കെ. അതാണ് ഇൻസ്റ്റൻറ്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ്. സോ ഗെയിമിങ്ങിനൊക്കെ അത് ഉപകാരപ്പെടാം. ആൻഡ് ബെസൽസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കുറഞ്ഞ ബെസൽസ് തന്നെയാണ്. നത്തിങ് ഫോൺ 3A 3A Pro അത് വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ ഞാൻ കാണിക്കാം. നത്തിങ് കുറച്ച് കണ്ടുപഠിക്കാനുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്കിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് കിട്ടുന്നുണ്ട്. LSDC കോഡക്ക് നിങ്ങൾക്ക് ഇവിടെ വരുന്നില്ല. LDAC കോഡക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ബ്ലൂടൂത്ത് കോഡക്ക്. പിന്നെ ഹൈറസിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. മൊത്തത്തിൽ ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഒക്കെ നല്ലതാണ്. ഇപ്പോൾ 2025 ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് മോശമാണെന്ന് പറയുന്നൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇറങ്ങുന്നില്ല ആക്ച്വലി. ഒരുവിധം എല്ലാ സ്മാർട്ട് ഫോണിലും നല്ല ഡിസ്പ്ലേ ആൻഡ് ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് വരാറുണ്ട്. ഇനി പെർഫോമൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്നാപ്ഡ്രാഗൺ 8S Gen 3 ചിപ്സെറ്റ് ആണ്. ജസ്റ്റ് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ
8 Gen 3യുടെ സെയിം സ്പെസിഫിക്കേഷൻ, അതായത് ആർക്കിടെക്ചർ വെച്ചിട്ടാണ് വരുന്നത്. അപ്പം സെയിം പ്രൈം കോർ, സെയിം പെർഫോമൻസ് കോർ, സെയിം എഫിഷ്യൻസി കോർ 8 Gen 3ൻ്റെ. സോ ഗംഭീര പെർഫോമൻസ് ആണ്. പക്ഷേ ചെറുതായിട്ട് അണ്ടർ ക്ലോക്ക് ചെയ്തിട്ടുണ്ട്, ഗിഗാഹെഡ്സ് കുറച്ച് വെച്ചിട്ടുണ്ട് ക്ലോക്ക് സ്പീഡ്. പക്ഷേ എങ്കിലും ഗ്രേറ്റ് ഫോർ ഗെയിമിംഗ്, ഗ്രേറ്റ് ഫോർ വീഡിയോ എഡിറ്റിംഗ്, എന്ത് പരിപാടിക്കും അടിപൊളിയായിരിക്കും. LPDDR5Xൻ്റെ റാം ടൈപ്പ്, UFS 4.1ൻ്റെ സ്റ്റോറേജ് ടൈപ്പ് 256 GB വേരിയൻറ്റിൽ മാത്രം, UFS 3.1ൻ്റെ സ്റ്റോറേജ് ടൈപ്പ് 128 GB വേരിയൻറ്റിൽ, 1.5 മില്യൺ AnTuTu സ്കോർ, പിന്നെ ഗീക്ക് ബെഞ്ച് സ്കോറൊക്കെ അതിനോട് കൊടുത്തിട്ടേക്കാം. 81% ആണ് CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് 40 ത്രെഡ്സ് 30 മിനിറ്റ്സിൽ കിട്ടിയത്. സോ വലിയ കുഴപ്പമില്ലാത്ത ഹീറ്റ് മാനേജ്മെൻറ്റ് ഉണ്ട്. 63% ആണ് 3D മാർക്ക് വൈൽഡ് ലൈഫ് സ്ട്രെസ് ടെസ്റ്റിൻ്റെ സ്കോർ. സോ സ്ട്രെസ് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. മാക്സിമം ഓഫ് 40 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ, മാക്സിമം ഒരു 41, 42 വരെയൊക്കെ മാക്സിമം എത്തുന്നുള്ളൂ. സോ ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്നൊരു കാര്യം ഇവിടെ വലിയ രീതിയിൽ വരുന്നില്ല. അതിന് കാരണം എന്ന് പറയുന്നത് 6000 സംതിങ് mm² പേപ്പർ ചാമ്പർ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഗെയിമിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് സ്മൂത്ത് എക്സ്ട്രീം പ്ലസ്സിൽ BGMI നിങ്ങൾക്ക് കളിക്കാൻ പറ്റും, അതായത് 90 FPS. ഔട്ട് ഓഫ് ദ ബോക്സ് COD മൊബൈലിൽ നിങ്ങൾക്ക് 120 FPS ഗെയിമിങ് കിട്ടും. പിന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് നമുക്ക് പറയാം. അതിൻ്റെ പിന്നെ ആവറേജ് BGMI FPS 90 ഏകദേശം കിട്ടുന്നുണ്ട്. ജെൻഷൻ ഇമ്പാക്റ്റിൽ ടോപ്പ് സെറ്റിങ്സിൽ നിങ്ങൾക്ക് ആവറേജ് 60 FPS കിട്ടുന്നുണ്ട് ഫോർ 25K. ഈ ഫോൺ ഗംഭീരമാണ്, അതിലൊരു സംശയമില്ല. ഇനി ബാറ്ററി സെക്ഷനെ കുറിച്ച് പറയുന്ന സമയത്ത് 6400 mAh ബാറ്ററി, 80 വാട്ട്സിൻ്റെ വയേർഡ് ചാർജിങ്, 54 മിനിറ്റാണ് 0 to 100 പറയുന്നത്. പിന്നെ വയർലെസ് ചാർജിങ്ങിന് സപ്പോർട്ടില്ല. നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും സ്പെക്ക് കൊടുത്തപ്പോൾ അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. ഏകദേശം നല്ല സ്ക്രീൻ ഓൺ ടൈം തന്നെ കിട്ടും, 8 ഹവറൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു ഇൻ ഹാൻഡ് റിവ്യൂവും കൂടിയൊക്കെ കുറേ കണ്ടിട്ട് മാത്രം ഇത് എടുക്കാൻ ശ്രമിക്കുക, കാരണം സ്പെസിഫിക്കേഷൻ മാത്രം കണ്ട് എടുക്കരുത്. പക്ഷേ IQ ഫോൺസ് ഇക്കാലത്ത് കുറച്ച് ട്രസ്റ്റ് വർത്തിയായിട്ട് വരുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാണ്ട്. പിന്നെ ഈ വീഡിയോന് നല്ല റെസ്പോൺസ് കിട്ടുകയാണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ പരമാവധി നോക്കുന്നുണ്ട് ഈ ഒരു ഫോൺ എൻ്റെ കയ്യിൽ ഒപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. അതിനുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഞാൻ ആരംഭിച്ച് കഴിഞ്ഞു. സോ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇൻ ഹാൻഡ് റിവ്യൂ ഉറപ്പായിട്ട് ചെയ്യുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ഫോർ ദാറ്റ്. ആൻഡ് ഇനി ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നുണ്ട്, ഫേസ് അൺലോക്ക്, IP65ൻ്റെ വാട്ടർ റേറ്റിംഗ്, Type-C 2.0 ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട്, 4D ഗെയിം വൈബ്രേഷൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. ആൻഡ് 10 5G ബാൻഡ്സ്, Wi-Fi 6, ബ്ലൂടൂത്ത് വേർഷൻ 5.4, NFC-യുടെ സപ്പോർട്ട് വരുന്നില്ല. അങ്ങനെയാണ് കണക്ടിവിറ്റി മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇനി OS-നെ കുറിച്ച് പറയുന്ന സമയത്ത് FunTouchOS 15 ബേസ്ഡ് ഓൺ Android 15 ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്, വലിയ കുഴപ്പമില്ല എന്നാണ് ഞാൻ പറയുക. കുറച്ച് ബ്ലോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ലക്കിലി അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്ന് മാത്രവുമല്ല, ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസും ഇപ്രാവശ്യം അവിടെ വരുന്നില്ല. അടിപൊളി, എന്തായാലും നല്ലൊരു തീരുമാനമായി. പിന്നെ ഒരു അൾട്രാ ഗെയിം മോഡ് വരുന്നുണ്ട്, അതിൽ മോഷൻ കൺട്രോൾ, FPS മീറ്റർ, പിന്നെ ബൈപ്പാസ് ചാർജിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുത്തിയിട്ടിട്ടാണ് ഗെയിം കളിക്കുന്നതെങ്കിൽ, ഗെയിം കളിക്കുക മാത്രമല്ല കുത്തിയിട്ടിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി നല്ല ചാർജ് എടുക്കുക. ഈ കുത്തിയിടുന്നതിൻ്റെ പവറില്ലേ ഡയറക്റ്റ് നിങ്ങൾക്ക് ഫോണിൻ്റെ CPU കാര്യങ്ങളിലേക്കൊക്കെ കൊടുക്കും. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ലതാണത്, ബാറ്ററി ലൈഫിനും നല്ലതാണ്, നമ്മുടെ ഉപയോഗത്തിനും നല്ലതാണ്. ആൻഡ് പിന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു മോഡും വരുന്നുണ്ട്. ആൻഡ് അത് സംഭവം എന്ന് പറഞ്ഞാൽ DND ആക്ടിവേഷനും, അതായത് ഡു നോട്ട് ഡിസ്റ്റർബ് ആവും, മറ്റേ പോപ്പപ്പ് കാര്യങ്ങളൊന്നും വരില്ല, അതാണ് സ്പോർട്സ് മോഡ്. പിന്നെ കുറച്ച് സോഫ്റ്റ്വെയർ ഫീച്ചേഴ്സ് പറയുമ്പം കോൾ റെക്കോർഡിങ് വരുന്നുണ്ട്. പിന്നെ AI ഫീച്ചേഴ്സാണ് കുറച്ച് വരുന്നത്. സർക്കിൾ ടു സെർച്ച് ഒബ്വിയസ്ലി വരുന്നുണ്ട്, AI ട്രാൻസ്ലേറ്റ്, AI ട്രാൻസ്ക്രൈബ്, പിന്നെ നോട്ടിൽ നമുക്ക് സമ്മറൈസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കുഞ്ഞു AI ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഞാൻ ക്യാമറ സെക്ഷനിൽ AI ഫീച്ചേഴ്സിൽ നമ്മളെ ഒബ്ജക്റ്റ് ഇറേസർ പരിപാടി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ക്യാമറയെ കുറിച്ച് പറയുന്ന സമയത്ത് 50 മെഗാപിക്സലിൻ്റെ IMX882 OIS-ഉം EIS-ഉം ഉള്ള സെൻസറാണ്. OIS ഫോട്ടോസിനും നൈറ്റ് ഫോട്ടോസിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്, EIS വീഡിയോന് വേണ്ടിയിട്ട്. 4K 60 FPS വരെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ കിട്ടും EIS-ൽ. സോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റെബിലൈസേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് വരുന്നുണ്ട്. അൾട്രാ വൈഡിൽ നിങ്ങൾക്ക് 1080p 30 FPS മാത്രമേ വീഡിയോ സപ്പോർട്ട് വരുന്നുള്ളൂ. പിന്നെ സെൽഫി ക്യാമറ, ബാക്കിൽ 2 ക്യാമറയേ ഉള്ളൂ, മാക്രോയും ഡെപ്തൊന്നും കൊടുക്കാൻ നന്നായി, ഗിമ്മിക്കിൻ്റെ ആവശ്യമില്ല, ദാറ്റ്സ് ഗുഡ്. 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറ അവിടെ വരുന്നുണ്ട്. 1080pയിലാണ് നിങ്ങൾക്ക് സ്റ്റെബിലൈസേഷൻ്റെ സപ്പോർട്ട് വരുന്നത്. സ്റ്റെബിലൈസേഷൻ ഇല്ലെങ്കിൽ 4K 30 FPS വരെ മാക്സിമം വരുന്നുണ്ട്, ദാറ്റ്സ് എ ഗുഡ് തിങ്. 4K 30 FPS കൊടുത്താൽ ഐ അസ്യൂം അവിടെ ഒരു 1080p 60 FPS കാണും. സോ അങ്ങനെ ഒരു സംഭവം എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ഇഷ്ടമാണ്. സോ പിന്നെ കട്ടൗട്ടും, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ എടുത്താൽ എന്നെ ഇങ്ങനെ കട്ടൗട്ട് ചെയ്തെടുക്കുക,
അതൊക്കെ ബേസിക് AI ഫീച്ചേഴ്സാണ്. ബേസിക് എന്ന് പറഞ്ഞാൽ AI പോലും ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന ഫീച്ചറാണ്. പിന്നെ ഫോട്ടോ എൻഹാൻസ് ചെയ്യുക കുറച്ച് AI ഒക്കെ വെച്ചിട്ട്, അങ്ങനത്തെ പരിപാടികളൊക്കെ വരുന്നുണ്ട്. സോ ഇങ്ങനെയാണ് മൊത്തത്തിൽ. ഇനി ഒരു ഫോണിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത് 6400 mAh ബാറ്ററി വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ ബിഗ് ബാറ്ററി. അത് സിലിക്കോൺ കാർബൺ ബേസ്ഡ് ടെക്നോളജിയാണ്. സോ അതുകൊണ്ടാണ് അത്രയും തിന്നാക്കാൻ പറ്റിയത് അവർക്ക്. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് നൈസ്. പിന്നെ പെർഫോമൻസ് അതിലും നൈസാണ്. പക്ഷെ ചിലവർ പറയാറുണ്ട് സോഫ്റ്റ്വെയർ ആ ഒരു സംഭവം ഐക്യുൻ്റെത് കൊള്ളത്തില്ല എന്ന്. പക്ഷെ പേഴ്സണലി ഞാൻ പറയുമ്പോൾ അത് നെഗ്ലിജിബിളാണ്. അതായത് കുറച്ച് ആഡും പരിപാടിയും സഹിക്കേണ്ടി വരുമെങ്കിലും അത് സഹിക്കബിളാണ്. കാരണം 25K നിങ്ങൾക്ക് പിന്നെ ഏത് ബ്രാൻഡാണ് ഇത്രയും സ്പെസിഫിക്കേഷൻ കുത്തി നിറച്ച് തരുന്നത്? ശരിയാണ്, സ്പെസിഫിക്കേഷൻ മാത്രമല്ല ഒരു ഫോൺ, എക്സ്പീരിയൻസും മെയിനാണ്. പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ ഫ്ലൂയിഡിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സ്മൂത്ത് ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ആണെങ്കിലും 60 മാസത്തെ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ്, 60 മാസം എന്ന് പറഞ്ഞാൽ 5 കൊല്ലം വരും, 5 കൊല്ലത്തെ ലാഗ് ഫ്രീ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. സോ അങ്ങനെ മൊത്തത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല IQ ഫോൺസ് ഉപയോഗിക്കുന്ന ഫ്രണ്ട്സ് എനിക്കുണ്ട്, അവരും പറയുന്ന IQ കുഴപ്പമില്ല എന്നാണ്. ഞാൻ IQ Neo 9 Proൻ്റെ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞില്ല, അതെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് പറയുമ്പോൾ. സോ അവനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. സോ ആ ഒരു ബ്രാൻഡിനോട് എനിക്കൊരു ചെറിയ താല്പര്യം ഇപ്പോൾ ഉണ്ട്, കാരണം അവർ ഇറക്കുന്ന ഫോൺസും നല്ലതാണ് ആക്ച്വലി. സോ ഇതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ക്യാമറയും വലിയ കുഴപ്പമില്ല. അതായത് ആ ഒരു പർട്ടിക്കുലർ ക്യാമറ സെറ്റപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിലും നമുക്ക് എന്താ ആ ഒരു ഓൾറൗണ്ട് കോമ്പിനേഷൻ നോക്കുമ്പോൾ ഒരു ഓൾറൗണ്ട് സ്മാർട്ട് ഫോൺ എന്ന് വേണേൽ പറയാം. ഗെയിമിങ്ങിന് ഗംഭീരമാണ്. സോ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം എന്ന് തന്നെയാണ് ഞാൻ പറയുക. അതാണ് എൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ എത്രമാത്രം കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ട് ബെല്ലേക്ക് ഓർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്യാൻ മറക്കണ്ട, ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. സോ അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. എല്ലാവർക്കും സ്റ്റേ സേഫ്, ബൈ.